അങ്ങനെ സംശയം തോന്നി മാളവികയെ പിന്തുടർന്ന നാഗേന്ദ്രൻ മാളവിക എയും ജ്വല്ലറിയെ ചതിക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിയുകയാണ്. ഡീല് നഷ്ടപ്പെട്ട ശേഷം മാളവിക നേരെ മുഖം മറച്ച് ആദർശിന്റെ വീട്ടിലോട്ട് കയറി പോകുന്ന രംഗമാണ് നാഗേന്ദ്രൻ കാണുന്നത്. മാളവിക ആദർശിന്റെ ചാരപ്രവർത്തികയാണെന്ന് തിരിച്ചറിഞ്ഞ നാഗേന്ദ്രൻ പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ മാളവികയെ കൊല്ലാനുള്ള ഏർപ്പാടൊരുക്കാണ്. എന്നാൽ അഭിയിലൂടെ മാളവികയുടെ ചതി എയും ജ്വല്ലറി തിരിച്ചറിഞ്ഞെന്നുള്ള സത്യം നവ്യ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ നവ്യ മാളവിക ആപത്തിലാണെന്നുള്ള കാര്യം നമിതയിലൂടെ ആദർശിനെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമിത കോൾ എടുക്കുന്നില്ല കേട്ടോ. എന്നാൽ ഈ കാര്യത്തിൽ സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് തന്നെ നവ്യ നേരെ ആദർശിനെ വിളിച്ച് ഈ കാര്യം പറയാണ്. പെട്ടെന്ന് തന്നെ ആദർശ് മാളവികയെ രക്ഷിക്കാൻ വേണ്ടി ആ ഗോഡൌണിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ആദർശ് നാഗേന്ദ്രനെ നേരിൽ കാണുന്ന ആ ഒരു കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണിത്. അപ്പൊ നമുക്ക് ഈ ഒരു ത്രില്ലർ എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് ഡീല് നഷ്ടപ്പെട്ട് അഭിയും ഡേവിഡും നാഗേന്ദ്രന്റെ അടുത്ത് എത്തുന്നതാണ്. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ആ ഡീല് നഷ്ടപ്പെട്ടു, വീണ്ടും മൂർത്തിയുടെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നു എനിക്ക്. അപ്പൊ ഡേവിഡ് പറയുന്നുണ്ട്, സർ അത് ഡേവിഡ് ഇനി ഒന്നും പറയണ്ട, എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അഭി പറയുന്നുണ്ട്, അച്ഛാ ഇത് അവന്റെ കളിയാ, ആ ആദർശിന്റെ. അവൻ ഇതിന് പിന്നിൽ എന്തോ തിരിമറി കളിച്ചിട്ടുണ്ട്, അല്ലായിരുന്നെങ്കിൽ നമുക്ക് തന്നെ ഈ ഡീല് കിട്ടിയേനെ. നീ മിണ്ടരുത്, നമുക്ക് പറ്റുന്ന പരാജയം അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കണം, അല്ലാതെ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കലല്ല. അച്ഛാ അത് ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. മതി, നീ ഇപ്പൊ പറഞ്ഞതിലൂടെ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, നിനക്ക് ഗോൾഡ് ബിസിനസ്സിൽ ഒരു അറിവും ഇല്ലെന്ന്. അച്ഛാ എടാ മോനെ, നീ ഇത്രയും കാലം മൂർത്തീസ് ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിരുന്നില്ലേ, എന്നിട്ടും ജ്വല്ലറി ബിസിനസിനെ കുറിച്ച് ഒന്നും നിനക്കറിയില്ലേ? കഷ്ടമുണ്ട് അഭി നിന്റെ കാര്യം. ജ്വല്ലറി ബിസിനസ്സിലെ ഇതുപോലത്തെ ഡീലുകൾ വരുന്ന സമയത്ത് ആർക്കും ആരെയും പൈസയുടെ സ്വാധീനത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഡിസൈൻസുകൾക്കാണ് ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് ട്രഡീഷണൽ ഡിസൈൻസുകൾക്ക്. നയന ആ കാര്യത്തിൽ വളരെ ടാലന്റഡാ. നയനയെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു ഡിസൈനറെ കണ്ടെത്തുക എന്നുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വീണ്ടും അഭി പറയുന്നുണ്ട്, അച്ഛാ മാളവികയുടെ ഡിസൈൻസ് ഒക്കെ അതുപോലത്തെ ഡിസൈൻസ് തന്നെയാ. മിണ്ടരുത് നീ. മാളവിക അവളുടെ ഡിസൈനെ നമുക്ക് 3ാം സ്ഥാനമാ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഞാൻ അതല്ല ആലോചിക്കുന്നത്, അവൾ ആദ്യം വരച്ചിരുന്ന ഡിസൈൻസ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷെ ഈ ഡീലിന് അവൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈന് ആദ്യം വരച്ച ഡിസൈൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, സർ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്കറിയില്ലടോ, ആരൊക്കെയോ എനിക്കിപ്പോ സംശയം തോന്നുവാ. നമ്മുടെ ജ്വല്ലറിയിൽ നമ്മൾ ഒറ്റുന്ന ആരോ ഉണ്ട് സർ. അത് നമ്മൾ ഇടയ്ക്ക് അന്വേഷിക്കുന്നതാണല്ലോ. അങ്ങനെ ഒരു ചാരപ്രവർത്തനം അവിടെ നടക്കുന്നില്ലെന്ന് കൺഫേം ചെയ്യുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ കണ്ണ് വെട്ടിച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കില്ലേ? ചിലപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ തന്നെയായിരിക്കും നമ്മളെ തിരിഞ്ഞു കൊത്തുന്നത്. ഇത് കേട്ടപ്പോ അഭി പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ ആ ഓഫീസർ പ്രദീപ് ഉണ്ടല്ലോ, അവൻ ഭയങ്കര ഉഴപ്പാ. ആ പ്രദീപിനെ പുറത്താക്കണമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാ. അപ്പോഴാണ് ഇയാൾ പറഞ്ഞത് അയാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, അയാളെ പുറത്താക്കാൻ പറ്റില്ലെന്നു. അല്ലേനും ഈ ഡേവിഡാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. അച്ഛാ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. മിക്കവാറും അവൻ തന്നെയായിരിക്കും ചാരപ്രവർത്തനം ചെയ്യുന്നത്. ഇത് കേട്ടപ്പോ നാഗേന്ദ്രന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എടാ അഭി, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? അവൻ എനിക്കും മെയിൻ ജ്വല്ലറിക്കും ചെയ്തെന്ന സഹായത്തെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയാഞ്ഞിട്ടാ നീ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. അഭി, നിന്നെ മാനേജർ പൊസിഷനിലല്ലേ ഞാൻ ഇരുത്തിയത്, അവിടെ നിനക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്യാനുണ്ടാവുമല്ലോ. നീ ആ കാര്യം മാത്രം നോക്കിയാൽ മതി. അച്ഛാ അതെന്താ എന്നെ ഒരു കഴിവുകെട്ടനെ പോലെ കാണുന്നത്? എടാ മോനെ, അതുകൊണ്ടല്ല, നിനക്ക് പലരെയും അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ ഇപ്പം അങ്ങ് കമ്പനിയിലോട്ട് വന്നതല്ലേ ഉള്ളൂ. അച്ഛൻ നിനക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ നിനക്ക് ഏയും ചിലരുടെ പിന്നിലുള്ളവരെ അറിയാഞ്ഞിട്ടാ നീ ഇതുപോലെ സംശയം പ്രകടിപ്പിക്കുന്നത്. എടോ ഡേവിഡേ, നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ആരോ നമ്മളെ ചതിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരോ. സർ, സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? 1-2 പേരെ സംശയമുണ്ട്. ആരെയാ സർ സംശയം? ആരാണെന്നറിഞ്ഞാൽ അവരുടെ നീക്കങ്ങളൊക്കെ ഞാൻ നോക്കാം. എടോ ഡേവിഡേ, മറ്റാരുമല്ല, എനിക്ക് ആദ്യം സംശയം മാളവികയെ തന്നെയാ. മാളവികയോ? അതെ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ആ ഡിസൈൻസ് തമ്മിലുള്ള മാറ്റത്തെക്കുറിച്ച്. ആദ്യം വരച്ച ഡിസൈൻസ് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആ ഡിസൈൻസുകൾക്കൊക്കെ എവിടെയോ നയനയുടെ ഡിസൈനുമായി ടച്ചുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ആണോ സർ? എന്നിട്ട് സാർ അങ്ങനെ ഒരു സംശയം പറഞ്ഞില്ലല്ലോ. എടോ, അങ്ങനെ ഒരു സംശയം ഇപ്പോഴെനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, അത് സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇനി അഥവാ സത്യമാവാണെന്നുണ്ടെങ്കിൽ അവളെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കാൻ വിടില്ല, കൊന്നുകളയും ഞാൻ. അപ്പൊ അഭി പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, മാളവിക അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല. മാളവിക ഒരു പാവാണ്. മാളവിക പാവാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അല്ല, എനിക്ക് മാളവികയെ നന്നായിട്ട് അറിയാം. മാളവികയുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാ കാര്യങ്ങളും അറിയച്ചാ. നീ അവളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി അവളെ കുറിച്ച് കുറച്ചൊക്കെ അറിഞ്ഞു വെച്ച് കാണും. എന്നാ അതൊന്നും അല്ല അറിയേണ്ടത്. എടോ ഡേവിഡേ, തനിക്ക് അറിഞ്ഞൂടെ, അവൾ ആദ്യം മൂർത്തീസ് ജ്വല്ലറിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ജ്വല്ലറിയിൽ അവളെ ഡിസൈനറായി കയറുന്ന സമയത്ത് അവൾ എന്താ പറഞ്ഞത്? മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായതിന്റെ പുറത്താണ് അവളെ ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിലോട്ട് പോയതെന്ന്. പക്ഷെ അതൊന്നും അല്ലടോ സത്യം. പിന്നെന്താ സർ?
അവള് വളരെ സത്യസന്ധമായാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവൾ എങ്ങനെയാ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഗൾഫിലോട്ട് പോയത്? ഒന്നും മനസ്സിലാവുന്നില്ല സാർ. അവള് പറഞ്ഞതൊക്കെ നമ്മൾ അപ്പൊ വിശ്വസിച്ചിരുന്നല്ലോ. ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ അവളെക്കുറിച്ച് ഞാൻ വീണ്ടും ഒരു അന്വേഷണം നടത്തി. എന്നാലും അത് AM ജ്വല്ലറിയിൽ കയറി പറ്റാനും കൂടുതൽ ശമ്പളം വാങ്ങാനുള്ള ഒരു ടെക്നിക് ആയിരുന്നു എന്നാ ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ എല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് അവളാണോ ആ ചാര പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു സർ. സർ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്കും ഒരു സംശയം തോന്നാതില്ല. അപ്പൊ വീണ്ടും അബി പറയുന്നുണ്ട്, അച്ഛാ എനിക്കങ്ങനെ തോന്നുന്നില്ല അച്ഛാ. അബി, നീ അവളെ ഇടയ്ക്ക് വെച്ച് സ്നേഹിച്ചു, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. അവള് മറ്റൊരുത്തന്റെ ഭാര്യയാ. പിന്നെ നീ ഒരു കാര്യം കൂടി ഓർത്തോ, അവളുടെ ഭർത്താവുണ്ടല്ലോ, അയാള് പോലീസുകാരനാ. നീ മോശമായി അവളോട് വല്ലതും ചെയ്തെന്ന് അയാളെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ ജീവനോടെ വെച്ചേക്കൊന്നു പോലെ അറിയില്ല. അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് നിനക്കൊന്നും അറിയാനിട്ടാ. ആ സമയത്ത് അബിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അല്ല, അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. എന്താ നീ ഇപ്പൊ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇത്രയും ശൗര്യത്തോടെ ഒന്നും അവൾ നിന്നോട് പറഞ്ഞു കാണില്ല. അതെ അച്ഛാ, അവൾ എന്നോട് അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവനൊരു ഒന്നിനും കൊള്ളാത്തവനാണെന്നാ പറഞ്ഞത്. അവൾ അങ്ങനെയല്ലേ പറയൂ. എന്തായാലും എന്റെ സംശയം 50-50 മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് 80% അവളുടെ ഭാഗത്ത് തന്നെയാ സംശയം തോന്നുന്നത്. ദേവിടെ, ഈ രഹസ്യം ഞാനും നീയും പിന്നെ എന്റെ മോനും മാത്രം അറിഞ്ഞാൽ മതി. നാലാമതൊരാൾ അറിയരുത്. പിന്നെ ഈ അന്വേഷണം എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ നോക്കിക്കോളാം. സർ, വേറെ ആരെങ്കിലും? ആരും വേണ്ട, ഞാൻ തന്നെ തനിയെ അന്വേഷിച്ചോളാം. എന്റെ കമ്പനിയെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി തിരിച്ച മതിയാവും ഡേവിഡേ. ഒരുപാട് കഷ്ടപ്പാടും യാതനകളും സഹിച്ച AM ജ്വല്ലറി ഞാൻ ഇവിടെ വരെ എത്തിച്ചത്. അതൊരു നിമിഷം കൊണ്ട് തകർക്കാൻ മറ്റാരെങ്കിലും നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ മുന്നും പിന്നും നോക്കാതെ കൊന്നുകളയും അവരെ. എന്റെ ജോലിക്ക് തടസ്സം നിൽക്കുന്നത് അതാരായാലും വെറുതെ വിടില്ല ഞാൻ അവരെ. നിങ്ങൾ പൊയ്ക്കോ. ഈ ഡീൽ ഏതായാലും നഷ്ടപ്പെട്ടു. ഇനി വരാൻ പോകുന്ന ഡീല് അതാ നയനയുടെ പ്രഗ്നൻസി ടൈമിനായിരിക്കും. അതുകൊണ്ട് അവൾക്ക് ഇപ്പോഴത്തെ അത്ര തലയെടുപ്പൊന്നും അന്നുണ്ടാവത്തില്ല. അന്ന് നമുക്ക് തന്നെ അടുത്ത ഡീല് കിട്ടണം. പിന്നെ ഈ ഡീല് കിട്ടിയതിൽ എനിക്കത്ര വിഷമമൊന്നുമില്ല. കാരണം അനിക്കാണല്ലോ ഈ ഡീല് കിട്ടിയത്. എന്റെ മോളാണ് അനിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതും എന്റെ മകൾക്കുള്ളതാണ്. അതുകൊണ്ട് ഡീല് നഷ്ടപ്പെട്ടത് ഒരു നഷ്ടമായി കാണേണ്ട ആവശ്യമില്ല. ശരി സാർ, എന്നാ പിന്നെ ഞാനും അബി സാർ ഇറങ്ങുക. ശരി. അങ്ങനെ അബിയും ഡേവിഡും കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടേ. അപ്പൊ നാഗേന്ദ്രൻ ഇങ്ങനെ സ്വയം തന്നെ പറയുന്നുണ്ട്, മാളവിക തീർന്നടി, നീ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കുറപ്പാ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവന്തിക അച്ഛന് ഫോൺ ചെയ്യുന്നതാണ്. ഫോൺ കോൾ കണ്ട പാടെ തന്നെ നാഗേന്ദ്രൻ എടുക്കുന്നുണ്ട്. ഹലോ മോളെ. ഹലോ അച്ഛാ. പറയും മോളെ. അച്ഛാ, അച്ഛനും വിഷമമുണ്ടായിരിക്കുമല്ലേ? എന്തിനു വിഷമിക്കണം? അല്ല, അനിയേട്ടനാണല്ലോ ആ ഡീല് കിട്ടിയത്. അതിന്റെ വിഷമം അച്ഛനുണ്ടാവാതിരിക്കില്ലല്ലോ. എനിക്കൊരു വിഷമമില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? എന്റെ മരുമകനല്ലേ ആ ഡീല് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല. മോൾ അത് ആലോചിച്ച് വിഷമിക്കാതിരുന്നാ മതി. അച്ഛന് മക്കളൊക്കെ നല്ല നിലയിലെത്തി കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛാ, ഞാൻ കരുതി അച്ഛൻ നല്ല വിഷമത്തിലായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് അച്ഛനെ വിളിച്ചത്. ആദ്യം വിളിക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല മോളെ. മോക്ക് കിട്ടുന്നതും അച്ഛന് കിട്ടുന്നതും അച്ഛൻ ഒരുപോലെ തന്നെയാ. പിന്നെ മോളെ, അനിയിപ്പ അവിടെ ഉണ്ടോ? റൂമിനകത്തുണ്ട്. ഏത് സമയം കഥകടിച്ച റൂമിനകത്ത് തന്നെയാ. അല്ല, മോളോടൊന്നും മിണ്ടാറില്ല അവൻ? ഇല്ല അച്ഛാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു ചെന്നാ എപ്പോഴും എന്നെ ഇൻസൾട്ട് ചെയ്യും. അങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോ എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നും അച്ഛാ. അവന്റെ മനസ്സിൽ ആ നന്ദു ഉണ്ടായിട്ടാ മോളെ നിന്നോട് അവന് സ്നേഹം തോന്നാത്തത്. അത് ഉറപ്പാ അച്ഛാ. അനിയേട്ടന്റെ മനസ്സിൽ നന്ദു തന്നെയാ. അതിനെങ്ങനെയാ ജസ്റ്റ് മിസ്സിനാ അവള് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയത്. അല്ലെങ്കിൽ അവൾ എന്നെ മണ്ണടിഞ്ഞേനെ. എന്റെ മക്കൾക്ക് കിട്ടുന്ന സൗഭാഗ്യം ആര് തട്ടി തെറിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ അവരെ വെച്ചേക്കത്തില്ല മോളെ. അവൾ ഒരിക്കൽ രക്ഷപ്പെട്ടു. പക്ഷേ എല്ലായ്പ്പോഴും അതുപോലെ രക്ഷിക്കാൻ ആരെങ്കിലും വരണമെന്നില്ലല്ലോ. അതെ അച്ഛാ, അവളുടെ ശല്യം അധികമായി ഞങ്ങളുടെ ഇടയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവളെ തീർത്തേക്കുക തന്നെ വേണം. മോളെ, അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പം അതല്ല വേണ്ടത്. നീ അനിയുടെ സ്നേഹം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റണം. അതുകൊണ്ട് ഏത് സമയം അനിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കണം. സ്നേഹത്തോടുകൂടി അവനോട് സംസാരിക്കണം. സ്നേഹത്തിലൂടെ അവനെ നിന്റെ വരുതിയിൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരിക്കലും ആ അനാമിക ചെയ്ത പോലെയൊന്നും ചെയ്യരുത്. അങ്ങനെ ഞാൻ ചെയ്യൂ അച്ഛാ. അനാമികയെ പോലെ ബുദ്ധിയില്ലാത്തവളല്ല ഞാൻ. നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് അനാമിക തട്ടിത്തെറിപ്പിച്ചില്ലേ? ഈ ജീവിതം എന്തായാലും എനിക്ക് കിട്ടണം. അതെനിക്ക് പറഞ്ഞു വെച്ചതാ. അതുകൊണ്ട് അനാമിക ചെയ്ത പോലെ ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്യില്ല. ശരി മോളെ. അച്ഛാ വെക്കല്ലേ, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ മോളെ? ഞാനൊന്ന് നന്ദുവിന്റെ അച്ഛനും അമ്മയും കണ്ടാലോ എന്ന് വിചാരിക്കുക. അവരെയോ? അവരെ എന്തിനാ മോള് കാണുന്നേ? അച്ഛാ, വേറൊന്നും കൊണ്ടല്ല. അവരവരുടെ മകളെ വിലക്കുന്നുണ്ടെന്നൊക്കെ കേട്ടത്.
അത് സത്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞ കണ്ണോടുകൂടി അങ്ങോട്ട് കയറി ചെന്ന് എന്റെ വിഷമം ആ അച്ഛനും അമ്മയോട് പറഞ്ഞ അവരത് സ്ട്രോങ് ആയി കാണില്ലേ? മോള് തന്നെയല്ലേ പറഞ്ഞത് ആ കനകാന്ന് പറയുന്നവള് അത്യാഗ്രഹമായിട്ട് നടക്കുന്നവളാണെന്ന്. അപ്പൊ പിന്നെ അവളുടെ അടുത്ത് ചെന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മോളെ? അതൊന്നും എനിക്ക് അറിയില്ലച്ചാ. എന്തായാലും പറയേണ്ട പോലെ പറഞ്ഞ ചിലപ്പോ അവരുടെ മനസ്സലിഞ്ഞാലോ. ശരി, എന്തായാലും മോൾ എന്താ വേണ്ടേന്ന് വെച്ചാ ചെയ്തോ. മോൾ എന്തായാലും പൊട്ടത്തരം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അബിയുടെ പോലെ ചിന്തിക്കുന്ന ഒരാളല്ല മോള്. പിന്നെ മോളെ, എന്തൊക്കെ ചെയ്യുവാണെങ്കിലും അത് സൂക്ഷിച്ചും കണ്ടുമായിരിക്കണം. ശരി അച്ഛാ. എന്നാ ശരി. ഇതും പറഞ്ഞുകൊണ്ട് അവര് ഫോൺ കട്ട് ചെയ്യാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദാവനമാണ്. നന്ദാവനത്തില് പോലീസ് വേഷത്തില് നന്ദു പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അച്ഛാ, അമ്മേ. മോളെ, മോള് സ്റ്റേഷനിൽ പോവാൻ ഒരുങ്ങിയോ? അച്ഛാ, ഇപ്പൊ തന്നെ ലേറ്റായി. പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലെത്തണം. എന്നെ അർജന്റായി കാണാൻ 1-2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്ദൂട്ടാ, നീ ഡ്രസ്സ് മാറിയോ? ഞാനേ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോ. അമ്മേ, കഴിക്കണമെന്നുണ്ട്. പക്ഷെ കഴിച്ചിട്ട് പോയാ ഇനിയും സമയം വൈകും. ഞാൻ വന്നിട്ട് കഴിച്ചോളാം. അച്ഛാ, അമ്മേ, ഞാൻ ഇറങ്ങാട്ടോ. ഇതും പറഞ്ഞോണ്ട് നന്ദു പെട്ടെന്ന് തന്നെ ഇറങ്ങുന്ന കേട്ടോ. ശോ, എന്റെ ഗോവിന്ദേട്ടാ, ഇവളിപ്പം മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കണ്ടില്ല അവളുടെ കോലം ആയത്. ആകെ മെലിഞ്ഞുപോയി. ഇങ്ങനെ പോയാ അവളെ കാണാൻ വരുന്നവർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? എന്റെ കനകെ, ആവശ്യത്തിനുള്ള സൗന്ദര്യമൊക്കെ നമ്മുടെ മോൾക്കുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്നാ മതി. അല്ലേനും പെൺമക്കളെ എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും അതിനൊക്കെ അച്ഛന്മാര് കൂട്ടുണ്ടാവുമല്ലോ. ആരാ ഈ പറയുന്നത്? അതിനിപ്പോ നീ എന്നെ കുറ്റം പറഞ്ഞോ? നീയല്ല അവർക്ക് ഓരോന്നിന് വളം വെക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ പണ്ടത്തെ കനകദുർഗ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പുറത്തൊരു കാറ് വന്ന് നിർത്തുന്നത് കാണിക്കുന്നത്. ഗോവിന്ദേട്ടാ, ഒരു കാറിന്റെ ശബ്ദം കേട്ടില്ലേ? കേട്ടു. ചിലപ്പോ നയനമോളായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് കനക നേരെ പുറത്തോട്ട് വരാനിട്ടോ. ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങുന്നത് അവന്തികയാണ്. ഈശ്വര, അവന്തികയാണല്ലോ. ഇവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ആരാ കനകെ? ഗോവിന്ദേട്ടാ, അവന്തിക മോളാ? ആഹാ, അവന്തിക മോളോ? വാ മോളെ. എന്താ അങ്കിളിനും ആന്റിക്കും എന്റെ വരവ് ഷോക്കായെന്ന് തോന്നുന്നു. എന്തിന് ഷോക്കാവണം? മോൾക്ക് ഇങ്ങോട്ട് വരാലോ. മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇവിടെ താമസിക്കാം. അല്ലേ ഗോവിന്ദേട്ടാ? അത് പിന്നെ പറയാനുണ്ടോ? മോൾ ഇരിക്കി. ആന്റി മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അല്ല, ജ്യൂസ് വേണോ കോഫി വേണോ? ആന്റി ഇപ്പൊ ഒന്നും എടുക്കണ്ട. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടായിട്ട് ഒരു കാര്യം പറയാനാ വന്നത്. അത് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. അപ്പൊ കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? അല്ല, ഇവിടെ നന്ദു ഇല്ലേ? നന്ദൂട്ടൻ ഇപ്പങ്ങി ഇറങ്ങിയതേ ഉള്ളൂ. സ്റ്റേഷനിൽ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഇന്ന് നന്ദൂട്ടൻ ലീവ് എടുക്കാന്ന് പറഞ്ഞതാ. പക്ഷെ സ്റ്റേഷനിൽ ആരോ അർജന്റായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പോയതാ. ആണല്ലേ? അതേതായാലും നന്നായി. നന്ദു ഇല്ലാത്തപ്പോ പറയുന്നതാ നല്ലത്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദു ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറയാൻ വന്നത് വേറെ കാര്യമാ. എന്താ മോളെ? എന്തുണ്ടെങ്കിലും അങ്കിളിനോടും ആന്റിയോടും പറഞ്ഞോ? അത് പിന്നെ ആന്റിക്കും അങ്കിളിന് അറിയാലോ. ഞങ്ങളുടെ നിശ്ചയ ഈ വരുന്ന ഞായറാഴ്ച, എന്റെയും അനിയേട്ടന്റെയും. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ എന്തായാലും രാവിലെ തന്നെ വരും. വരണം, എല്ലാരും വരണം. കൂടെ നന്ദുവിനെയും കൂടി കൂട്ടണം. നന്ദൂട്ടൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല മോളെ. അതെന്താ ആന്റി? നന്ദൂട്ടനെ അന്ന് അർജന്റായിട്ട് എന്തോ കേസിന്റെ കാര്യത്തിന് പോണെന്ന് പറഞ്ഞിരുന്നു. അതെന്തായാലും പറ്റില്ല. നന്ദു എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, മോളെ, നന്ദുവിന് കേസിന്റെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് പറഞ്ഞാൽ പറ്റില്ല. നന്ദു എന്തായാലും ആ ഫംഗ്ഷന് പങ്കെടുക്കണം. അങ്കിളും ആന്റിയും എന്തായാലും നന്ദുവിനോട് വരാൻ പറയണം. ഞങ്ങള് അവളോട് സംസാരിച്ച് നോക്കാം മോളെ. സംസാരിച്ച് നോക്കാന്നല്ല, നിങ്ങൾ എന്തായാലും നന്ദുവിനെയും കൂടി കൊണ്ടുവരണം. അല്ല, ഇത് പറയാനാണോ മോള് വന്നത്? ഇത് പറയാനല്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് അങ്കിൾ ആന്റി വെറുതെ നന്ദുവിനെ കുറ്റപ്പെടുത്തരുത്. എന്താ മോളെ? മോൾ എന്തോ കാര്യമായിട്ട് പറയാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, വേറൊന്നുമല്ല, അനിയേട്ടൻ ഇതിനു മുമ്പ് നന്ദുവിനോടൊരു പ്രണയം തോന്നിയ കാര്യം എനിക്കറിയാം. പക്ഷേ ഞാനതത്ര കാര്യമാക്കിയിരുന്നില്ല. ഇടയ്ക്ക് വെച്ചിട്ട് എന്നെ അനാമിക വിളിച്ചിരുന്നു. അനാമിക ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ടെൻഷനാക്കി. ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു കരടായിട്ട് നന്ദു വരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അയ്യോ, എന്റെ നന്ദൂട്ടൻ മോളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും പ്രശ്നക്കാരിയായി വരില്ല. അത് ഞാനും ഗോവിന്ദേട്ടനും വാക്ക് തന്നിരിക്കുക. അങ്കിളിനെ ആന്റി എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇങ്ങനെ പുറമേന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ അത് കാര്യമാക്കി എടുക്കണ്ട ആന്റി. സത്യം പറയാലോ, എനിക്ക് നന്ദുവിനെ വിശ്വാസമാ. എന്നാലും നിങ്ങൾ വേണം നന്ദുവിനെ പറഞ്ഞ് തിരുത്താൻ. ഇനി നന്ദുവിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് അങ്കിൾ ആന്റിയും പറഞ്ഞ് തിരുത്തണം. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണം. ഇത് പറയാൻ വേണ്ടി മാത്രമാ ഞാൻ ഇവിടം വരെ വന്നത്. മോളെ, ഞങ്ങളുടെ നന്ദൂട്ടനെ അങ്ങനെ കാണരുത്. നന്ദൂട്ടൻ ഇപ്പോൾ അനിയെ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. അവര് തമ്മിൽ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാ. ആ ഇഷ്ടത്തിന് പുറത്ത് അനിക്ക് വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ഇവിടെ പെണ്ണാലോചിച്ചതാ.
എന്നിട്ട് പോലും ഞങ്ങൾ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത് അത് ശരിയാവില്ലെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയുള്ള ഞങ്ങള് അവരുടെ ബന്ധത്തിന് കൂട്ടു നിൽക്കുവോ? മോള് ധൈര്യമായിട്ട് അനിയുമായിട്ടുള്ള എൻഗേജ്മെന്റിന് തയ്യാറാവണം. ഞങ്ങളെ മോൾ ഒരിക്കലും മോൾക്കൊരു തലവേദനയാവില്ല. ശരി ആന്റി, എനിക്ക് ഈയൊരു വാക്ക് മാത്രം മതി. നിങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മോളെ ആന്റി എന്തേലും വേണ്ട ആന്റി, എനിക്ക് ഈ കാര്യം പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അനിയേട്ടന്റെ കൂടെയൊക്കെ ഇങ്ങോട്ട് വരാലോ. ഇടയ്ക്ക് ഞാൻ വരണ്ട്. അമ്മയുടെ കൂടെ കല്യാണം വിളിക്കാനൊക്കെ ഇങ്ങോട്ട് വരാം. അങ്കിളെ ആന്റി, ഞാൻ ഇറങ്ങുവാട്ടോ. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവന്തിക ഇറങ്ങുകയാണ്. അങ്ങനെ അവന്തിക കാറി കയറുന്നുണ്ട് കേട്ടോ. കാറി കയറിയിട്ട് സ്വയം മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, ഇനി അവക്ക് അനിയോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അതിവര് പിഴുതെറിഞ്ഞോളും. അതിന് വേണ്ടിയത് കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നാഗേന്ദ്രനെയാണ്. നാഗേന്ദ്രൻ ഒരു കാറ് ഒരു ഫ്ളാറ്റിന്റെ മുന്നിലിട്ടേക്കാണ്. എന്നിട്ട് ആ കാറിൽ തന്നെ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. ആ സമയത്താണ് മാളവികയെ കാണിക്കുന്നത്. മാളവിക ഗേറ്റ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നാഗേന്ദ്രൻ കുനിഞ്ഞിരിക്കാൻ കേട്ടോ കാറില്. അങ്ങനെ മാളവിക പോയിട്ട് ഒരു കാറിൽ കയറുകയാണ്. ഇവളെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. ഇതും പറഞ്ഞുകൊണ്ട് മാളവികയുടെ കാറിന്റെ പിന്നാലെ തന്നെ നാഗേന്ദ്രനും കാർ എടുക്കാണ്. അങ്ങനെ മാളവിക നേരെ ആദർശിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആദർശ് ഫോൺ എടുക്കാൻ കേട്ടോ. ഹലോ, സർ വീട്ടിലില്ലേ? ഞാനിവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സർ. മാളവികയെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. ചുറ്റിലൊരു കണ്ണുണ്ടായിരിക്കണം. ശരി സർ. മുഖം മറച്ച് വേണം വരാൻ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം സർ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ മാളവികയാണോ വിളിച്ചത്? അവളിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അയ്യോ, ഡീലിപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവർക്കൊക്കെ നല്ല സംശയം കാണും. ചുറ്റിലും ശത്രുക്കളാ. അവളോട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണ് മൂടിക്കെട്ടാൻ മറ്റുള്ളവർക്ക് പറ്റും ആദർശേട്ടാ. അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷേ മാളവിക ഇങ്ങോട്ട് ഇടയ്ക്ക് വന്നിട്ടുള്ളതല്ലേ. അവൾ ഈ പ്രാവശ്യം കൂടി വരട്ടെ. പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനെയാണ്. നാഗേന്ദ്രൻ മാളവികയുടെ പിന്നാലെ തന്നെ വിടുകയാണ്. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഒരു വീടിന്റെ മുന്നിൽ നിർത്തുന്നുണ്ട് കേട്ടോ. അതായത് അത് ആദർശിന്റെ വീടാണ്. മാളവികയാണെങ്കിൽ കാറിൽ നിന്ന് മുഖം മറയ്ക്കുന്നതൊക്കെ നാഗേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഷോള് കൊണ്ട് മുഖം മൂടിക്കെട്ടുകയാണ്. കണ്ണുകൾ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. എന്തായാലും നാഗേന്ദ്രന് 100% ഉറപ്പാവാണ് മാളവിക തന്നെയാണ് ഈ ചാരപ്രവർത്തനത്തിന് പിന്നിലെന്ന്. പേരും കളി. ഈ പേരും കളിയെ ഒരിക്കലെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് പറ്റേണ്ടത് പറ്റി. ഇത് ആദർശിന്റെ വീടാ, ആദർശിന്റെ റെസ്റ്റ് ഹൗസ്. അവനിപ്പോൾ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. ഇങ്ങോട്ട് വന്നിരിക്കുക അവനെ കാണാൻ അവൾ. തീർന്ന് മാളവികെ, നിന്റെ കാര്യം ഇന്നത്തോടു കൂടി തീർന്ന്. ഇനി നീ ജീവനോടെ നിന്റെ ഭർത്താവിന്റെ അടുത്തോട്ട് പോവില്ല. എന്റെ കമ്പനിയെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ ശ്രമിച്ചാലും കൊന്നു കളയെന്ന് പറഞ്ഞാൽ കൊന്നു കളഞ്ഞിരിക്കും നാഗേന്ദ്രൻ. പെട്ടെന്ന് തന്നെ നാഗേന്ദ്രൻ ഒരു ഗുണ്ടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ സർ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കോ. അവൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ പൊക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. ശരി സാർ. സാർ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാരണവശാലും അന്ന് മറ്റേ പെണ്ണ് രക്ഷപ്പെട്ടതുപോലെ ഇവള് രക്ഷപ്പെടാൻ പാടില്ല. കൊന്നതിന് ശേഷം എന്നെ വിളിച്ച് വിവരം അറിയിച്ചാൽ മതി. ഫോട്ടോ ഞാൻ ഫോണിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവൾ മുഖം മറച്ചായിരിക്കും പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അവളുടെ ഫോട്ടോ, അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എല്ലാം ഞാൻ നിന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി സാർ, ഞങ്ങൾക്ക് എന്തായാലും അബദ്ധം പറ്റില്ല. ശരി. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ മാളവിക കുറച്ച് സമയത്തിന് ശേഷം ആദർശിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാളവിക ഇറങ്ങുന്നത് നോക്കിയിട്ട് പുറത്ത് ഗുണ്ടകൾ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. മുഖം മറച്ചുകൊണ്ട് തന്നെയാണ് മാളവിക ആ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നത്. ഈ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ മാളവിക വിളിച്ച കാറിലെ ഡ്രൈവറെ ശരിപ്പെടുത്തിയേക്കാണ് കേട്ടോ. അയാളെ തല്ലിച്ചതിച്ചിട്ട് അവരുടെ കാറെ കൊണ്ട് ഇരുത്തിയേക്കാണ്. എന്നിട്ട് ആ കാറിൽ ഇരിക്കുന്നത് ഈ ഗുണ്ടകളിൽ ഒരുത്തനാണ്. അങ്ങനെ മാളവിക നേരെ പോയിട്ട് ആ കാറിൽ കയറുന്നുണ്ട്. ചേട്ടാ, നേരെ ജ്വല്ലറിയിലോട്ട് പോവാം. മോളെ മാളവികയെ, ജ്വല്ലറിയിലോട്ട് പോകുന്നേക്കാളും നല്ലത് നിനക്കങ്ങ് മുകളിലോട്ട് പോകുന്നതല്ലേ, ദൈവത്തിന്റെ അടുത്തോട്ട് പോയാലോ എന്നാ. നിങ്ങൾ ആരാ? ഡ്രൈവർ എവിടെ? ഡ്രൈവർ. പെട്ടെന്ന് ആ ഗുണ്ട മാളവികയുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കിടന്ന് കീറാതടി. നിന്റെ ശബ്ദം എങ്ങാനും പുറത്തോട്ട് വന്നാലുണ്ടല്ലോ കൊന്നുകളയും. ഡാ, ഇവളെ കയ്യും കാലും പിടിച്ച് കെട്ട്. ആ വായിൽ വല്ല തുണിയും ചിരുകി കൊടുക്ക്. അങ്ങനെ ആ ഗുണ്ടകള് അവരുടെ കയ്യും കാലും ഒക്കെ പിടിച്ചു കെട്ടിയിട്ട് വായ പൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. വായില് തുണി കുത്തി തിരികാണ്. എന്നിട്ട് നേരെ മാളവികയെ കൂട്ടി ഒരു അറിയാത്ത ഗോഡൌണിലോട്ട് ചെല്ലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അബിക്ക് ഒരു കോള് വരുന്നതാണ്. ആണോ? എപ്പോ? അപ്പോ അവളായിരുന്നു ഇതിന്റെ പിന്നിൽ. എന്നാ ഇത് കേട്ടോണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും എന്താന്നറിയണം. എന്തായാലും അവൾ ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സാറേ. ശരി, എന്തായാലും
അവളെ ഒന്ന് ഞാൻ ചെന്ന് കാണട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അങ്ങനെ ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, അബി ആരാ ഫോണിൽ വിളിച്ചത്? അതൊന്നും പറയണ്ട നവ്യെ, ഡേവിഡ് സാർ ആയിരുന്നു. എന്തുപറ്റി? എന്തിനാ വിളിച്ചത്? നവ്യെ, ഞാനിപ്പോൾ അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാ, കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഏയ് അത് പറ്റില്ല, എന്തായാലും ഇപ്പൊ എന്നോട് പറയണം. എന്നോട് പറയാതെ പോവരുത് അബി. ഷോ എന്തായാലും കാര്യം പറഞ്ഞേക്കാം. ദേ, ഈ കാര്യം ഇവിടെ വേറൊരാളും അറിയരുത്. നീ ഇപ്പൊ കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് പറയുന്നത്. എന്താണെന്ന് പറയാ ബി. എന്റെ നവ്യെ, ആ മാളവികയുണ്ടല്ലോ, ഡിസൈനർ മാളവിക, ജ്വല്ലറി ചതിക്കുമായിരുന്നു. അവളാണ് നമ്മുടെ ജ്വല്ലറിയിലെ ചാരപ്രവർത്തിക്ക്. ആദർശിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുമായിരുന്നു അവള്. ഈശ്വര, അവരാ സത്യം അറിഞ്ഞോ? എന്താ നവ്യെ, നിനക്ക് ഷോക്കായില്ലേ? അയ്യോ, അപ്പൊ അവൾ അങ്ങനെ ഒരു പെണ്ണായിരുന്നോ? അതെ നവ്യെ, നമ്മളെയൊക്കെ ചതിക്കുമായിരുന്നു അവള്. ഷോ, അപ്പോ അവള് കാരണമാണ് നമുക്ക് ഈ ഡീല് കിട്ടാഞ്ഞത് അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അവർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവള് നമ്മളെ തോൽപ്പിക്കാൻ ഏതറ്റം വേണമെങ്കിലും പോവില്ലേ? എന്തായാലും അവളെ വെറുതെ വിടരുത് അബി, വെറുതെ വിടില്ല. അവളിപ്പോ നമ്മുടെ ഗോഡൌളാ. നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ഗുണ്ടകളുണ്ട്. അവരെ ഏർപ്പാടാക്കി അവളെ പൊക്കാൻ. അവളെ പൊക്കി അവര്. ഇനി എന്തായാലും അവൾക്ക് ജീവനോട് ആ ഗോഡൌണിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റില്ല. അബി, അപ്പൊ അവളെ കൊല്ലാൻ പോവാണോ? അതെ, അവളെ ഇന്നത്തോടു കൂടി തീർക്കും. ഷോ, മനസാക്ഷി ഇല്ലാത്തവന്മാര്. എന്താ നവി, നീ എന്തേലും പറഞ്ഞോ? മനസാക്ഷി? അതെ, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഒരാളെ കൊല്ലുമൊക്കെ വേണോ? കൊല്ലണം. അങ്ങനെ ചാരപ്രവർത്തനം അവൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവളെ കൊല്ലല്ല വേണ്ടത്, നരകിപ്പിക്കണം. അതാ വേണ്ടത്. ഇഞ്ചിഞ്ചായിട്ട് അവളെ കൊല്ലേണ്ടത്. നവ്യെ, ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് പോവാ. അല്ല അബി, എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞില്ല. അങ്ങനെ അബി മാളവികയുള്ള കറക്റ്റ് സ്ഥലം തന്നെ നവ്യക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. മോളെ നവ്യെ, ഞാനൊന്ന് അവസാനമായിട്ട് അവളെ ഒന്ന് ചെന്ന് കാണട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ അവളോട് പറയാനുണ്ട്. ഒന്നുമില്ലെങ്കിലും നല്ല പച്ചയ്ക്ക് തന്നെ നമ്മളെയൊക്കെ പറ്റിച്ചവളല്ലേ. അതെ അബി, അവളെ കണ്ട് നല്ല 2 വർത്തമാനം പറയണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. അപ്പം തന്നെ നവ്യ പെട്ടെന്ന് തന്നെ നമിതയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ, നമിത ഒന്ന് പെട്ടെന്ന് ഫോൺ എടുക്ക്. ഒരു അർജന്റ് ആവശ്യത്തിന് വിളിച്ച് ഈ നമിത ഫോൺ എടുക്കില്ല. അങ്ങനെ കുറേ സമയം ട്രൈ ചെയ്തിട്ടും നമിത ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കിയിട്ട് നവ്യ നേരെ ആദർശിനെ വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമിതയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മാളവികയുടെ ജീവൻ ആപത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആദർശേട്ടനെ വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ 2 കൽപ്പിച്ചുകൊണ്ട് ആദർശിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആദർശിന് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആദർശ് ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. നവ്യ എന്നുള്ള പേര് കണ്ടപ്പോൾ തന്നെ ആദർശിന് ദേഷ്യം വരാന്. ഓ, ഇവളായിരുന്നോ? ഇവളിപ്പത്തിന് എന്റെ ഫോണിലോട്ട് വിളിക്കുന്നത്? വിളിച്ചിട്ട് ഇവക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ആദ്യം ഫോൺ എടുക്കുന്നില്ല കേട്ടോ. 2ാം തവണയും നവ്യ വിളിച്ചോണ്ടിരിക്കാണ്. ഇത് കണ്ടിട്ട് ആദർശിന് എന്തോ സംശയം തോന്നാണ്. 2ാം തവണയും വിളിക്കുന്നുണ്ടല്ലോ, ഇനി ഇവൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും വിളിക്കുന്നത്. എന്തായാലും ഒന്ന് ഫോൺ എടുത്തേക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ എടുക്കാണ്. ഹലോ. ഹലോ ആദർശേട്ടാ. എന്താ? എന്തിനാ നീ ഇപ്പം എൻ്റെ ഫോണിലോട്ട് വിളിച്ചത്? ആദർശേട്ടാ, തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. എന്ത് കാര്യം? ആദർശേട്ടാ, മാളവികയുടെ ജീവൻ ആപത്തിലാ. എന്ത്? മാളവികയുടെ ജീവനോ? അതെ ആദർശേട്ടാ, ഇനി തർക്കിക്കാനൊന്നും സമയമില്ല. ജ്വല്ലറി പുതുതായിട്ട് പണിയുന്ന ഗോഡൌൺ ഇല്ലേ, ആ ഗോഡൌണിലായിട്ട് കുറച്ച് ഗുണ്ടകൾ കൊണ്ടുപോയിട്ടുണ്ട്. അബിയിലൂടെ ഞാൻ ഈ കാര്യം അറിഞ്ഞത്. എനിക്കറിയാം മാളവിക നിങ്ങൾക്ക് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്നുണ്ടെന്ന്. അത് കുറേ കാലമായി ഞാൻ മനസ്സിലാക്കിയിട്ട്. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് പറയാം. എത്രയും പെട്ടെന്ന് മാളവികയെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ആ ജ്വല്ലറിക്കാർ അവളെ കൊന്നുകളയും. ഇതൊക്കെ കേട്ടിട്ട് ആദർശാകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞത്? അത് ഞാൻ അബിയിലൂടെ അറിഞ്ഞത്. അബിക്കൊരു ഫോൺ വന്നു. ആ ഡേവിഡ് സാർ ആയിരുന്നു വിളിച്ചത്. അയാൾ പറഞ്ഞത് കേട്ടിട്ടാ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ശരി, നീ വെച്ചോ. ഇതും പറഞ്ഞോണ്ട് ആദർശ് നേരെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പെട്ടെന്നാണ് നയന അകത്തേന്ന് ഓടി വരുന്നത്. അയ്യോ ആദർശേട്ടാ. എന്താ നയനെ? ആദർശേട്ടാ, ആ CCTV ഫുട്ടേജിൽ, CCTVയിൽ നമ്മുടെ മാളവികയെ ആരോ പിടിച്ചോണ്ട് പോകുന്നു, കുറച്ച് ഗുണ്ടകൾ ചേർന്നിട്ട്. എന്ത്? നമ്മുടെ മുന്നിൽ വെച്ചാണോ മാളവികയെ തട്ടിക്കൊണ്ട് പോയത്? അതെ ആദർശേട്ടാ, എന്നെ ഇപ്പം എലിസബത്ത് ആൻറ്റി വിളിച്ച് കാണിച്ചു തരുമായിരുന്നു. നയനെ, എന്നെ ഇപ്പം നവ്യ വിളിച്ചിരുന്നു. മാളവികയുള്ള സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ പോയി മാളവികയെ രക്ഷിക്കാൻ പറഞ്ഞു. ആണോ? എന്നാ പിന്നെ ആദർശേട്ട സമയം കളയണ്ട, പെട്ടെന്ന് ചെല്ല്, അല്ലെങ്കിൽ അവരവളെ കൊന്നു കളയും. പിന്നെ ഒന്നും നോക്കാതെ ആദർശ് നേരെ കാർ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ ഗോഡൌണ് നിൽക്കുന്ന സ്ഥലത്തോട്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാളവികയെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നാഗേന്ദ്രന്റെ ഒരു എൻട്രി ഉണ്ട്. മാളവിക, നീയാള് കൊള്ളാലോടി. നിനക്ക് ഇങ്ങനെ ഒരു കളി കളിക്കുമ്പോൾ ഒരു ഭയവും തോന്നിയില്ലേ? ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവര് നിസ്സാരക്കാരാണെന്ന് വിചാരിച്ച് അതങ്ങ് തള്ളിയല്ലേ മോള്? എടാ, അവളുടെ വായിലെ തുണി അങ്ങ് എടുക്ക്, പറയട്ടവൾ.
അവസാനമായിട്ട് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് എന്നെ തുണി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ അഴിച്ചുവിട്, എനിക്ക് ഇനിയും ജീവിക്കണം. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ മോൾക്ക് അറിയായിരുന്നല്ലോ, മുൻപേ കൂട്ടി അറിയുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. എന്നിട്ട് പിന്നെ എന്തിനാ ആ ആദർശിന് വേണ്ടി നീ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ മോളെ. ഏൻ ജ്വല്ലറിക്കാരോടാ നീ കളിച്ചത്. വെറുതെ വിടില്ല നിന്നെ. മണിക്കൂറുകൾക്കുള്ളിൽ നിന്നെ കൊന്ന് തള്ളും ഇവര്. അയ്യോ, എന്നൊന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിടണം. വെറുതെ വിടണം അത്രേ. കൊല്ലങ്ങളായി അപമാനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചു തന്നെയാ ഏൻ ജ്വല്ലറി വളർത്തി വലുതാക്കിയത്. എന്നിട്ട് ആ ജ്വല്ലറി ഒറ്റ നിമിഷം കൊണ്ട് നീ തകർക്കാൻ നോക്കിയില്ലേ? നിന്നെ ഞാൻ വെറുതെ വിടണോ? അതൊരിക്കലും ഉണ്ടായിരിക്കില്ല. ഡോ, ഞാൻ പോവുക. ഇവളെ അങ്ങ് തീർത്തേക്കണം. തീർത്തിട്ട് വിളിച്ച് വിവരം അറിയിച്ചാൽ മതി. പിന്നെ ഇവളെ കൊന്നിട്ട് ആ ആദർശിൻ്റെ വീടിന് മുന്നിൽ തന്നെ തള്ളിയേക്ക്. അവൻ അറിയട്ടെ ഏൻ ജ്വല്ലറിയോട് കളിച്ച എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത്. അങ്ങനെ നാഗേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്നെ വെറുതെ വിടണം. നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? ആഹാ, ഞങ്ങളോട് മനസാക്ഷിയില്ലേന്ന് എന്ന് ഗുണ്ടകൾ പരസ്പരം പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിലൊരുത്തൻ പറയുന്നുണ്ട്, എടാ, ഇത്രയും സുന്ദരിയായൊരു പെണ്ണിനെ ചുമ്മാ അതങ്ങ് കൊല്ലണോ? പിന്നെ ഇവളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ സാറ് പോയിരിക്കുന്നത്. കൊല്ലാടാ, പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ചടങ്ങില്ലേ? ഓ, അത് നീ പറഞ്ഞത് ശരിയാടാ. ഇവളെ എന്തോരം നല്ല സുന്ദരിയാ. ഇവൾ ഒറ്റയടിക്ക് അങ്ങ് കൊല്ലണോ? അത് വേണ്ട. അപ്പൊ വേറൊരു ഗുണ്ട പറയുന്നുണ്ട്, ഡാ, നിങ്ങളുടെ കഴപ്പൊന്നും ഇവിടെ എടുക്കണ്ട. ഇവളെ കൊല്ലാനാ പറഞ്ഞത്. അതുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് കൊന്നു തള്ളുക. അതിലുള്ള മെയിൻ ഗുണ്ടയാണ് കേട്ടോ. അപ്പോൾ ആ ഗുണ്ട പറഞ്ഞത് കേട്ടിട്ട് മറ്റുള്ളവരൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട്. ഡാ, ആ കത്തി ഇങ്ങെടുക്ക്. ഓ, ദേ അണ്ണ. അങ്ങനെ ആ കത്തി എടുത്തിട്ട് മാളവികയെ കൊല്ലാൻ പോവാണ് കേട്ടോ. ആ സമയത്ത് നന്ദുവിനെ രക്ഷിച്ച പോലെ തന്നെ ആദർശ് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഡാ, ഇതും പറഞ്ഞിട്ട് അവൻ്റെ തലയ്ക്ക് നോക്കി ഒരു ചവിട്ട് കൊടുക്കാൻ കേട്ടോ. ആ സമയത്ത് കത്തി പോയിട്ട് ഒരു ഭാഗത്ത് വീഴുന്നുണ്ട്. അയാളും ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞ് വീഴാണ്. അപ്പോഴാണ് കാണിക്കുന്നത് ആദർശിന്റെ കൂടെ അനിയും ഉണ്ട് കേട്ടോ. അനിയും ആദർശും പിന്നീട് അങ്ങോട്ട് ഫൈറ്റാണ്. അങ്ങനെ ഈ ഗുണ്ടകളൊക്കെ അടിച്ചൊതുക്കുന്നുണ്ട്. അവരൊരു ഭാഗത്ത് കൂട്ടിയിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാളവികയെ രക്ഷപ്പെടുത്താണ്. സർ, ഞാൻ പേടിച്ചു പോയി സർ. മാളവികയെ പേടിക്കണ്ട, ഞങ്ങളുണ്ടല്ലോ കൂടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ മാളവികയെ രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സർ, ഇവിടെ ഇപ്പോൾ ഒരാൾ വന്നിരുന്നു. ഏൻ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആ അബിയുടെ അച്ഛനില്ലേ, അയാള്, ആ രേഖാചിത്രത്തിലുള്ള അയാൾ തന്നെ. അയാൾ എന്നെ കൊല്ലാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാ സർ. ഓഹോ, അപ്പൊ അയാളെ നിന്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ടല്ലേ? അതെ. അയാൾ എങ്ങോട്ടാ പോകുന്നോ മറ്റോ പറഞ്ഞോ? ഇവർക്കറിയാം, ഇവരോട് പറഞ്ഞിട്ടാ പോയത്. അപ്പൊ തന്നെ ആദർശ് ഗുണ്ടകളെ ഇടിച്ചൊതുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പറയടാ, ഇനിയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നിനെയും ഞാൻ വെറുതെ വെച്ചേക്കില്ല, കത്തി ചാമ്പലാക്കും. അയ്യോ സാറേ, ഇനിയും തല്ലല്ലേ, സത്യം പറയാം. പറയടാ, അയാൾ എവിടെയുള്ളത്? അങ്ങനെ അയാൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഈ ഗുണ്ടകൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പൊ തന്നെ ആദർശ് പറയുന്നുണ്ട്, അനി, മാളവികയായിട്ട് നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ആദർശേട്ടാ, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് മാളവികയെ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട, നീ മാളവികയെ വീട്ടിൽ കൊണ്ടാക്ക്. എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം. ശരി ഏട്ടാ. ഏട്ടാ, ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ അനി നേരെ മാളവികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആദർശ് നാഗേന്ദ്രനെ അന്വേഷിച്ചുകൊണ്ട് കാർ എടുക്കുന്നതാണ്. അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ട്രാഫിക് ബ്ലോക്ക് വരുന്നത്. അങ്ങനെ ആ ബ്ലോക്കിൽ ചെന്ന് പെടുന്നുണ്ട് കേട്ടോ ആദർശ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക്. അങ്ങനെ ആദർശ് കാറിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ വെറുതെ ഒന്ന് ഇപ്പുറത്തോട്ട് നോക്കുന്നത്. അതായത് ഒരു സൈഡിലോട്ട്, ആ സൈഡിലോട്ട് നോക്കുന്ന സമയത്താണ് വേറൊരു കാറിൽ ഈ നാഗേന്ദ്രനെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ നാഗേന്ദ്രനെ ആദർശ് തിരിച്ചറിയാണ്. നാഗേന്ദ്രൻ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. പെട്ടെന്ന് ആദർശിന്റെ കാറിലോട്ട് നാഗേന്ദ്രൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് നാഗേന്ദ്രനെ നോക്കി നിൽക്കുന്നതാണ് നാഗേന്ദ്രൻ കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നാഗേന്ദ്രൻ പെട്ടെന്ന് മുഖം മറയ്ക്കുന്നുണ്ട് മാസ്ക് ഇട്ടിട്ട്. അപ്പൊ തന്നെ ട്രാഫിക് ടൈം തീരാണ് കേട്ടോ. പെട്ടെന്ന് കാറൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് പരാക്രമാണ്. നാഗേന്ദ്രൻ എല്ലാ വണ്ടികളുടെ ഇടയിലൂടെയും സ്പീഡിലൂടെ വണ്ടി എടുക്കാൻ കേട്ടോ. തൊട്ട് പിന്നാലെ തന്നെ ആദർശുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് ആദർശ് നേരെ നാഗേന്ദ്രന്റെ കാറിന് മുന്നിൽ ഓവർടേക്ക് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആദർശ് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ആദർശ് പോയിട്ട് അയാളുടെ കാറിന്റെ ഡോർ അങ്ങ് തുറക്കുന്നുണ്ട്. ഇറങ്ങടോ, ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറക്കും, ഇറങ്ങടോ ഇങ്ങോട്ട്. ഇതും പറഞ്ഞുകൊണ്ട് അയാളുടെ ഷോൾഡറിൽ കയറി പിടിച്ചിട്ട് ആദർശ് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറക്കുന്നുണ്ട്. എടുക്കടാ, എൻ്റെ ഷോൾഡറിൽ നിന്ന് കൈയെടുക്കടാ. എടുക്കില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നാ പിന്നെ തല്ലടാ, തല്ലിയങ്ങ് കൊല്ല്. തന്തയുടെ പ്രായമുണ്ട്, നിന്റെ അപ്പച്ചിയുടെ ഭർത്താവാണല്ലോ, നീ അത് കണ്ടുപിടിച്ചെന്ന് എനിക്കറിയാം. തല്ലടാ അങ്ങ്, തല്ല് നീ. എന്തേ, നിന്റെ കൈ എന്നെ തല്ലാൻ പൊങ്ങുന്നില്ലേ? നീ വലിയ നല്ലവനാണല്ലോ, അതുകൊണ്ട് നിന്റെ കൈ പൊങ്ങത്തുണ്ടായിരിക്കില്ല. എടാ,
നീയിപ്പം എന്നെ തല്ലിക്കൊന്നാലും എനിക്കൊരു കുഴപ്പമില്ലടാ. എന്തായാലും നീ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നിനക്ക് വേണ്ടി ഞാനൊരു പാഴ്സൽ നിന്റെ വീടിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ആ പാഴ്സൽ കണ്ട് നീ ശരിക്കും ഞെട്ടും. നിന്റെ പാഴ്സൽ മാളവികയുടെ ഡെഡ് ബോഡി ആയിരിക്കും. അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ ഒന്ന് ഞെട്ടുകയാണ്. താൻ വിചാരിച്ചു മാളവികയെ കൊന്നെന്റെ വീടിന് മുന്നിൽ തള്ളാന്ന് അല്ലേടോ? എന്നാ നിനക്ക് തെറ്റി. നിന്റെ ചുറ്റിലും എൻ്റെ ആളുകളാ. അവരെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെയല്ലേ അവരെ കൊല്ലുന്നത്. ആ ദേ കണ്ടോ, ഇതും പറഞ്ഞ ആദർശിന്റെ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. താൻ അവിടെ ഏർപ്പാടാക്കിയ മണ്ടന്മാരായ ഗുണ്ടകൾ, ഒന്നിനും കൊള്ളാത്ത ഗുണ്ടകൾ. ഇവന്മാരൊക്കെ കാശ് കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന തനിക്ക് സ്വയം തന്നെ അങ്ങ് ചത്തൂടടോ. ഛേ, ഇവിടം കൊണ്ട് കളി അവസാനിക്കുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. എന്തായാലും ഏഞ്ചലറിയുടെ പിന്നിൽ താനാണെന്ന് അറിഞ്ഞു. ഇനി എല്ലാ കളിയും നേർക്ക് നേരെ. ഒരിക്കലും പതിഞ്ഞിരിക്കണ്ട. ഇനിയൊരു പുതിയ ഡിസൈനറെ കണ്ടുപിടിച്ചോ. ഒരു പുതിയ തുടക്കമാവാം മൂർത്തി ജ്വല്ലറിക്കും മെയിൻ ജ്വല്ലറിക്കും. പോടോ, പോയി ചാവടോ. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ അയാളെ വെറുതെ വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ പോയി കാറിൽ കയറിയിട്ട് കാർ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നാഗേന്ദ്രനെയാണ്. ഛേ, ഇതും പറഞ്ഞ് അലറുന്നുണ്ട്. പിന്നെ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യയുടെ കാര്യമാണ് കേട്ടോ ആലോചിക്കുന്നത്. കാരണം നവ്യ എന്തൊക്കെയോ അറിഞ്ഞെന്നുള്ള കാര്യം ആദർശിന് മനസ്സിലാവുകയാണ്. നവ്യയാണോ ആ അൺനോൺ നമ്പറിന്റെ പിന്നിലെന്ന് ആദർശ് കണ്ടെത്തുകയാണ് കേട്ടോ. അതായത് ആ അൺനോൺ നമ്പറിലേക്ക് ആദർശ് വിളിക്കുന്നുണ്ട്. ഹലോ, ഹലോ. അപ്പൊ ഇതുവരെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് നവ്യ ആയിരുന്നല്ലേ? നവ്യയോ? ഏത് നവ്യ? എനിക്ക് നവ്യൊന്നും അറിയില്ല. എനിക്കറിയാം, അത് നവ്യ ഏർപ്പാടാക്കിയ മറ്റാരോ ആണെന്ന്. അത് നവ്യ എന്നോട് പറയുകയും ചെയ്തു. നവ്യ സത്യമൊക്കെ പറഞ്ഞു കാണുമോ? എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ നവ്യ എന്നോട് പറഞ്ഞെന്നേ. നവ്യ അപ്പോൾ സത്യങ്ങളൊക്കെ പറഞ്ഞോ? നവ്യ പറഞ്ഞു. അത് പിന്നെ സാറേ, നവ്യയ്ക്ക് നേരിട്ട് വന്ന് പറയാൻ എനിക്ക് മനസ്സിലായി. എന്തായാലും ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്ന് ചെയ്തെന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഞാൻ പോയിട്ടേ നവ്യയോട് നന്ദി പറയട്ടെ. അപ്പം നവ്യ അറിയില്ലേ? എന്തായാലും നവ്യ തന്നെ സത്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. സാറേ, നവ്യ നല്ലവളാ. സത്യം എല്ലാം നവ്യ അറിഞ്ഞു കഴിഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഇനി നേരിട്ട് പോയെന്ന് ചോദിക്കണം. ഇയാളുടെ പേര് നമിത, നവ്യയുടെ ഫ്രണ്ടാ. ശരി, എന്തായാലും ഒരുപാട് നന്ദി. ശരി. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശം നേരെ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നവ്യയുടെ വരവ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതായത് നവ്യ ഈ നയനിയും ആദർശം നിൽക്കുന്ന റെസ്റ്റ് ഹൗസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.